ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ലോക. പ്രത്യേകിച്ച് സ്റ്റാർ കാസ്റ്റോ വലിയ താരങ്ങളോ ഇല്ലാത്ത ഈ ഒരു ചിത്രം ഇന്ന് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുന്നു. 201.2K ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് കഴിഞ്ഞ 24 മണിക്കൂറിൽ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് സിനിമ എത്തുമ്പോൾ സിനിമയ്ക്ക് ഒരു കാര്യം ഉറപ്പാവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 16 ദിനം കൊണ്ട് 79 കോടിയോളമാണ് നേടിയത്. അതായത് ഇന്നത്തെ കളക്ഷനോടെ സിനിമ 84-85 കോടിക്ക് ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ 80 കോടി ക്ലബ്ബ് ഇവിടെ തീരാൻ പോകുന്നു. അതായത് ഇതിന് മുന്നോടി ഉണ്ടായിരുന്ന എമ്പുരാനും അതേപോലെ 2018 എന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരുന്നു. 89 കോടി നേടി. ആ സിനിമയും ഇതോടെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെയൊക്കെ കളം വെട്ടുന്ന ഒരു കാര്യം നമുക്ക് ലോകയിലൂടെ കാണാൻ കഴിയും. റെക്കോർഡുകൾ തകർക്കാനുള്ളതാണ്, തകർക്കപ്പെടണം എന്നാലേ കാര്യങ്ങളുള്ളൂ. അവിടെയാണ് സിനിമയ്ക്ക് ഉയർച്ച. ഇനിയും തൊട്ടുമുന്നിൽ നിൽക്കുന്നത് തുടരും എന്ന 118 കോടി നേടിയ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമ തന്നെയാണ്. അത് വലിയ താമസമില്ലാതെ ലോക അടിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷേ നമുക്കത് കാത്തിരിക്കാം അതെങ്ങനെയാണെന്നുള്ളത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമയുടെ കളക്ഷൻ വലിയ രീതിയിൽ ഇന്ന് കുതിക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു ശനിയാഴ്ച അതിഗംഭീര ശനിയാഴ്ച എന്ന് പറയാം. അതായത് ഓണ ദിനങ്ങളിൽ സിനിമയ്ക്ക് നേടിയത് 7 കോടിയോളമാണെങ്കിൽ ഏകദേശം ആ റേഞ്ചിലേക്കുള്ള ബുക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. മണിക്കൂറിൽ 13,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ സിനിമയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒഫീഷ്യലായിട്ട് തന്നെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു. 45 ലക്ഷം ടിക്കറ്റുകൾക്ക് മുകളിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയ ആ ഒരു കണക്കുകൾ അതുകൂടെ സൂചിപ്പിക്കുമ്പോൾ വലിയ താമസമില്ലാതെ 50 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ മിക്ക ട്രാക്കേഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതും ആ ഒരു രീതിയിലുള്ള കണക്കുകൾ തന്നെയാണ്. എന്താണേലും വലിയ തരംഗമായി ഈ ചിത്രം ഓടുമ്പോൾ നമുക്ക് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് 125 കോടിയിലേക്ക് സിനിമ പോകുന്നു. കർണാടകത്തിൽ സിനിമ 10 കോടി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ 15 കോടി കഴിയുന്നു. ആന്ധ്ര തെലങ്കാനയിൽ 15 കോടിയിലേക്ക് എത്തുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 8 കോടിക്കടുത്തേക്ക് എത്തുകയാണ്. ഹിന്ദിയിൽ 3 കോടിയും കടക്കുന്നു സിനിമ. അങ്ങനെ മികച്ച രീതിയിൽ പോകുമ്പോൾ UAE-GCCയിൽ 7 മില്യൺ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞാണ് 8 മില്യണിലേക്കുള്ള കുതിപ്പിലുമാണ്. ഓവർസീസിൽ നിന്ന് സിനിമ ഇന്നോടെ 100 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. 15 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ 98.95 കോടിയാണെങ്കിൽ ഇന്നലെ തന്നെ അത് 100 കോടിയിലേക്ക് എത്തി. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാനുണ്ട്. അതായത് ഇന്ന് 17-ാം ദിനത്തെ കളക്ഷനോടെ 105-107 കോടി റേഞ്ചിലേക്ക് പോകും എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കുകയാണ് സിനിമയുടെ ആ ഒരു അപ്ഡേറ്റുകൾക്ക് വേണ്ടി. ഓവർസീസിൽ വീണ്ടും കളക്ഷൻ കൂടുന്ന പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നു. $1 മില്യൺ കയറുന്ന ആ ഒരു നേരത്തേക്ക് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ 800Kക്ക് മുകളിൽ ഓസ്ട്രേലിയയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. സിംഗപ്പൂർ, മലേഷ്യ എല്ലായിടങ്ങളിലും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെ സിനിമയ്ക്ക് വരുമ്പോൾ ഈ ഒരു സിനിമ മലയാളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു തരംഗം എന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, ഈ സിനിമ ഇതുവരെ ഇറങ്ങിയ രാജ്യങ്ങളിലും ദേശങ്ങളിലും ജനങ്ങൾക്കിടയിലുമെല്ലാം ഒരേ അഭിപ്രായം, ഹെവി പോസിറ്റീവ് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ്, കൊള്ളാം, അതിഗംഭീരം എന്നുള്ളത്. നമുക്ക് ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള ആ ഒരു ബുക്ക് മൈ ഷോയിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയത് നമുക്ക് നോക്കാം. 47,71,000 എന്നുള്ളതാണ് ഈ ഒരു നിമിഷം നിൽക്കുന്നത്. അതായത് ഇന്നത്തോടെ 49 ലക്ഷം ടിക്കറ്റിലേക്ക് പോകും എന്നുള്ളതാണ്. നമുക്ക് 47,71,000 ടിക്കറ്റുകൾ വിറ്റുപോയി ഇതുവരെയുള്ള മണിക്കൂറുകളിൽ എന്നുള്ളതാണ് ടോട്ടലായി കാണുന്നത്. സിനിമയുടെ ഓവറോൾ ഒക്യുപ്പൻസിയും 70% നിൽക്കുന്നു. എന്തായാലും ഈ ഒരു ശനിയാഴ്ച അതിഗംഭീരമായിരിക്കും. നിങ്ങൾക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാം. ഇന്ന് 5 കോടി, 6 കോടി, 7 കോടി ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ ഏതിലേക്കാണ് സിനിമ എത്താൻ പോകുന്നത്, ഏത് മൈൽ സ്റ്റോൺ ആയിരിക്കാം ഇന്ന് പിന്നിടാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ഒരു കാര്യവും കൂടെ നമുക്ക് പറയാം. വേറെ ഒന്നുമല്ല, 2,60,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ പ്രീ സെയിൽ ഇന്നത്തേത് വന്നിരിക്കുക, 17-ാം ദിനത്തെ. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. ഇന്ന് സിനിമ കാണാൻ പോകുന്ന, ആദ്യമേ സിനിമ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഗ്രേറ്റ് മീഡിയാസ്.